നമസ്കാരം, പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ കുഞ്ഞു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ വാഴച്ചാൽ ആതിരപ്പള്ളി ഒരു ടൂർ വന്നതാണ് ടീച്ചേഴ്സുമായി. വാഴച്ചാലിലെ സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാനരവീരന്മാരുടെ പരാക്രമങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഫോട്ടോ സെക്ഷൻസ് ഒക്കെ ടീച്ചേഴ്സിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. എൻട്രൻസിൽ പാസ് കിട്ടിയില്ല ആയതിനാൽ ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് വാഴച്ചാലിൻ്റെ മറ്റൊരു സ്ഥലത്തിലെ ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടി വന്നതാണ്. പല സ്ഥലങ്ങളിൽ നിന്നും കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വാഴച്ചാലിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരിത് വേനൽക്കാലമായതിനാൽ നമുക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷേ അത്യാവശ്യം നമുക്ക് ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടിയുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോ സെക്ഷൻസ് ഒക്കെ ടീച്ചേഴ്സ് വിവിധ സ്ഥലങ്ങളിലായിട്ടൊക്കെ നടക്കുന്നുണ്ട്. വാഴച്ചാലിൻ്റെ ഭംഗി എല്ലാവരും കണ്ടാസ്വദിക്കുകയാണ്. ശേഷം ഞങ്ങൾ ഒരു കടയിൽ കയറി പാനീയങ്ങളൊക്കെ കഴിച്ചു. പാനീയങ്ങൾ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഫോട്ടോ സെക്ഷനിലേക്കൊക്കെ പോവുകയാണ്. മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ആളുകൾക്ക് ഇരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സ്ഥലങ്ങളൊക്കെ സംഘാടകർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം ആതിരപ്പള്ളിയിലേക്കുള്ള യാത്രയിൽ മധ്യേ ഭംഗിയുള്ള ഒരു സ്ഥലത്ത് നിർത്തി അവിടുത്തെ മനോഹാരിത ആസ്വദിക്കുകയാണ്. അങ്ങനെ ആതിരപ്പള്ളിയിൽ എത്തിയിരിക്കുന്നു. എൻട്രൻസിൽ പാസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ആതിരപ്പള്ളിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി പതുക്കെ നടക്കുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും ആതിരപ്പള്ളിയുടെ മനോഹാരിത ആസ്വദിക്കുന്നതിന് വേണ്ടി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പുറം കാഴ്ച പോലെയല്ലെങ്കിലും ഐസിൽ ഇറങ്ങിയ പ്രതീതിയായിരുന്നു ഞങ്ങൾക്ക് വെള്ളത്തിലിറങ്ങിയപ്പോൾ. വെള്ളം വലിയ കുത്തൊഴുക്കില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് വെള്ളത്തിലിറങ്ങി ആസ്വദിക്കാൻ കഴിഞ്ഞു. എല്ലായിടത്തും ടൂർ കൺവീനറുടെ കൺട്രോളിലായിരുന്നു. ഈ ഒരു ഭംഗി നമുക്ക് ഇതിനേക്കാൾ മഴക്കാലത്ത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ചെറിയൊരു സ്ഥലത്ത് മാത്രമാണ് ഇത്രയും വലിയൊരു വെള്ളച്ചാട്ടം. പല പ്രധാനപ്പെട്ട സിനിമകളും ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്.
അതിരപ്പള്ളിയുടെ മനോഹാരിതയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപകടം പറ്റാതിരിക്കാൻ വേണ്ടി ബോർഡൊക്കെ ഉണ്ട്. ഫോട്ടോ സെക്ഷൻസൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ബസ്സിൽ കയറുന്നതിന് വേണ്ടി പോവുകയാണ്. സായാഹ്നത്തിൽ ചെറു കടികളൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും സായാഹ്നത്തെ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി ഷോപ്പിൽ വന്ന് ടീച്ചേഴ്സ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടിരുന്നതിന് ശേഷം അതിരപ്പള്ളിയുടെ ഈ സൗന്ദര്യം ഒന്നുകൂടി നമുക്ക് കാണാൻ കഴിയും. ശേഷം പനന്തോട്ടത്തിൽ എത്തി ഒറ്റയാൻ്റെ സ്ഥലത്ത് ദർശനം കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും അതിനുശേഷം ബസ്സിൽ കയറി ആട്ടവും പാട്ടും ഒക്കെയായി ഞങ്ങൾ സന്തോഷത്തോടുകൂടി ആട്ടവും പാട്ടുമൊക്കെയായി നമ്മൾ ടൂർ ആസ്വദിച്ചതിന് ശേഷം വീണ്ടും ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ്.